കേട്ടോ. ഒരുപാട് പേര് ഫുഡ് ചലഞ്ച് നടത്താറുണ്ട്. പപ്സ്, ബിസ്ക്കറ്റ്, ജ്യൂസ്, നാരങ്ങ വെള്ളം, മുളക്, പുളിഞ്ചിക്ക, തക്കാളി, അങ്ങനെ പല വെറൈറ്റീസ് സാധനങ്ങൾ ഇങ്ങനെ പ്ലേറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് ഒന്ന് കഴിച്ചാൽ 100 രൂപ തരാം, മൊത്തവും കഴിച്ചാൽ ഒരു ഐഫോൺ തരാം, അല്ലെങ്കിൽ മൊത്തവും കഴിച്ചാൽ മൊത്തവും കാശ് തരാം, എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം. ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ അവർ അക്കൗണ്ട് റീച്ച് കൂട്ടാനും അവരുടെ അക്കൗണ്ടിൽ എന്ത് കിട്ടാനുമാണ്, കാശ് കിട്ടാനും വേണ്ടിയിട്ടാണ് അവർ ഈ ചെയ്യുന്നത്. ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത്. ഓക്കെ, ആ സന്തോഷം. അവർ അങ്ങനെ ചെയ്യുമ്പോൾ അവർ മറ്റൊരാൾക്കൊരു സഹായം കൂടെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഫുഡ് ചലഞ്ച് നടത്തുമ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്നവർ, അതായത് കോളേജ് പിള്ളേർ, അങ്ങനെ അവരടുത്തൊക്കെ നടത്തുന്നതിനെക്കാട്ടിലും ഈ ഫുഡൊന്നും കിട്ടാണ്ട് വഴിയോരത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തിന് രാത്രി ഉറങ്ങാൻ പോലും സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ അരികിലേക്ക് പോയി ഈ ഫുഡ് ചലഞ്ച് നടത്തിയാൽ, നിങ്ങൾ ഒരു 10 പപ്സും കൊണ്ടുപോയിട്ട് പറയാണ് ഈ പപ്സ് മൊത്തവും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ കിട്ടും, അല്ലെങ്കിൽ മൊത്തം കഴിച്ചാൽ 1000 രൂപ കിട്ടും എന്ന് പറഞ്ഞ് അവരോട് ചലഞ്ച് നടത്തുമ്പോൾ അവർ കഴിക്കുമായിരിക്കാം, ചിലപ്പോൾ 5 എണ്ണം കഴിക്കുമായിരിക്കാം, വിശപ്പുണ്ട്, അന്നത്തെ ദിവസം ഒരു ഫുഡും കഴിച്ച് കാണത്തില്ല. നമ്മളത് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, അവർ ആ ഫുഡ് കഴിച്ചിട്ട് മേലോട്ട് നോക്കി ദൈവത്തിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്ന്, അവരുടെ കയ്യിൽ ചിലപ്പോൾ മൊബൈൽ ഉണ്ടായെന്ന് വരില്ല, അവർക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സത്യം, ഓക്കെ, അതൊക്കെയാണ്. പക്ഷേ ആ 3 പപ്സ് കഴിച്ചാലും 5 പപ്സ് കഴിച്ചാലും ആ പൈസ അവർക്ക് കിട്ടുമ്പോൾ നാളത്തെ ദിവസം അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൂടെ കഴിക്കാനുള്ളൊരു അവസരം കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ചിലവർ ചിന്തിക്കുന്നുണ്ടാവാം അവർക്ക് ഗ്ലാമർ ഇല്ല, ചിലപ്പോൾ അവരെടുത്ത് പോയാൽ കുളിയില്ല, നനയില്ല, അപ്പോൾ കാണാൻ ഭംഗി കാണത്തില്ല, അപ്പോൾ അവരെടുത്ത് പോയാൽ നമ്മുടെ അക്കൗണ്ട് ചിലപ്പോൾ റീച്ച് ആവത്തില്ല. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയുള്ളവരടുത്ത് പോകുമ്പോഴാണ് അക്കൗണ്ട് കൂടുതൽ റീച്ച് ആവുന്നത്. കാരണം പാവപ്പെട്ടവർ സഹായിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളിൽ ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഇവിടെ നിന്ന് മാത്രമല്ല, മുകളിൽ നിന്നും കിട്ടും, ഈശ്വരൻ തരും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾ 10 പപ്സും കൊണ്ട് പോവുകയാണ്, എന്തായാലും ഒരു ദിവസം ഒരു വീഡിയോ നിങ്ങൾ അക്കൗണ്ടിൽ ഇടുകയുള്ളൂ അല്ലേ. ഈ 10 പപ്സും ഒരാൾ കഴിക്കില്ലല്ലോ, 10 പപ്സും ഒരാൾ കഴിക്കത്തില്ല. അപ്പോൾ ബാക്കിയിരിക്കുന്ന പപ്സ് ആ ചലഞ്ച് കഴിയുമ്പോൾ ബാക്കി വരുന്ന പപ്സ് ആ വഴിയോരത്തിരിക്കുന്ന ആർക്കെങ്കിലും കൊടുത്താൽ ശരിക്കും അത് ഭയങ്കര ഒരു അനുഗ്രഹം. ഒരു പക്ഷെ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുമായിരിക്കാം, അറിയില്ല. നിങ്ങൾ ഇത് വീഡിയോ ചെയ്യുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അതും ചെയ്യാമല്ലോ. അതും ഒരു പുണ്യം തന്നെയാണ്. മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് നല്ലൊരു